അപ്പം ഇതൊക്കെ ആശങ്കജനകമാണ്. ഇതാരെ ബാധിക്കുന്നത്? വിദേശികളെ അല്ല ബാധിക്കുന്നത്, ഇത് ഇന്ത്യക്കാരെ ബാധിക്കുന്നത്, നമ്മുടെ സഹോദര സഹോദരന്മാരെയാണ് ബാധിക്കുന്നത്, നമ്മുടെ സമൂഹത്തെയാണ് ബാധിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ത്രാണിയില്ലാതെ പോകുന്നു നമ്മുടെ ഭരണാധിപന്മാർക്ക്. സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു കപ്പ് കാപ്പി അല്ലെങ്കിൽ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മതപരിവർത്തന നിരോധന ബില്ലിന്റെ കീഴിൽ കൊണ്ടുവരും. അദ്ദേഹത്തെ ഞാൻ ആഹാരം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരിൽ ചുമത്തപ്പെടുന്ന കുറ്റം. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണെന്നേ, നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു പങ്കും പാവപ്പെട്ട ആളുകളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട്, ഉന്നമനത്തിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് പൊതുവിൽ ഇങ്ങനെയുള്ള ചില കെണികൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ, നമ്മുടെ പ്രവർത്തന ശൈലികളെ തന്നെ, നമ്മുടെ സ്മൂത്ത് റണ്ണിങ്ങിനെ തന്നെ ഇത് ബാധിക്കുമെന്ന് RSകാരെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ സംഘപരിവാരനെ സംബന്ധിച്ച്. കാരണം അവർക്ക് കിട്ടുന്ന ഫണ്ട് തന്നെ ഗർഭാപ്പസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന്. ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ, മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി. അന്ന് വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ അല്ലെങ്കിൽ FCRA വരുത്തിയ പുതിയ ഭേദഗതികളും ചട്ടങ്ങളും NGOകളുടെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അപ്പൊ അതിനെ ചൊല്ലി പല വിവാദങ്ങൾ, പിന്നീട് സംസാരങ്ങൾ, പല മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരികയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തണം എന്ന് ചില സ്നേഹിതന്മാർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഒരു പ്രവർത്തനത്തിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹമായിരിക്കുന്ന ക്രൈസ്തവ സമൂഹം ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കുകയുമില്ല എന്ന് അടിവര ഇട്ടുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എക്കാലവും യത്നിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. പലപ്പോഴുള്ള ആക്ഷേപം, പ്രത്യേകിച്ച് സംഘപരിവാർ സമൂഹങ്ങളിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളൊന്നും കണക്ക് ശരിയായി കൊടുക്കാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ച് സംഘപരിവാറുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ചില ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള സഹോദരങ്ങളും പറയാറുണ്ട്, അച്ഛന്മാരൊക്കെ വെട്ടിപ്പുകൾ നടത്തുന്നതുകൊണ്ട്, വെട്ടിപ്പ് നടത്താൻ കഴിയാത്തതുകൊണ്ട്, മെത്രാന്മാർക്ക് വെട്ടിപ്പ് നടത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ഒരു വെപ്രാളം. ഞങ്ങൾക്കൊരു വെപ്രാളവും ഇല്ല എന്ന് ആദ്യമേ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് വെള്ളക്കാരുടെ കാശ് മാത്രമൊന്നുമല്ല. അത് ഇല്ലായിരിക്കാം, അത് ഓരോ സംഘടനകളുടെ ഇതനുസരിച്ചിരിക്കും. എന്നാൽ കേരളത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സഭാംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുകയും ആ ജോലി ചെയ്ത് അവിടെ സിറ്റിസൻസൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അവർ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കുന്ന ഫണ്ട് കൃത്യമായും വ്യക്തമായും ശരിയായ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് വരികയും അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, പാവപ്പെട്ട ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി, ഏതൊരു ഉദ്യമത്തിന് വേണ്ടിയിട്ടാണോ അവർ അയക്കുന്നത് ആ തരത്തിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് FCRA നിയന്ത്രണങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. അതിനെ 100% പിന്താങ്ങിക്കൊണ്ട് ചില അപാകതകളെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആശങ്ക എന്താണെന്ന് നിങ്ങൾ പറയണം എന്നാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്. നമ്മുടെ ആശങ്കയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഈ വീഡിയോയിലൂടെയും അടുത്ത ഒരു വീഡിയോയിലൂടെയും ഞാൻ കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ FCRA ഭേദഗതി അല്ലെങ്കിൽ പുതിയ ബില്ല് ജൂൺ മാസം 22-ാം തീയതി കൊണ്ടുവന്ന ബില്ല്, അതിനകത്തെ ചില അപാകതകളുണ്ട് എന്ന് സമൂഹം മൊത്തത്തിൽ അതിനെക്കുറിച്ച് വിശകലനം നടത്തി പഠിച്ചിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് രണ്ട് കാരണത്താലാണ്. ഒന്ന്, NGOകളുടെയും അതേപോലെ തന്നെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ്. NGOs ക്രൈസ്തവർക്ക് മാത്രമല്ല, മറ്റ് പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കുണ്ട്, മതമില്ലാത്തവർക്കുമുണ്ട്. അതൊക്കെ എല്ലാ NGOസും അവരവരുടെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊന്നും ഇവിടെ ഒരു പ്രയാസങ്ങളും ഇല്ല. ഇതുവരെ നമ്മുടെ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അത് അങ്ങനെ തന്നെ ആ സ്വാതന്ത്ര്യം നിലനിർത്തി സത്യസന്ധമായി സുതാര്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കാൻ കൊണ്ടിടയാകട്ടെ. എന്നാൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ചില കടുത്ത നിയന്ത്രണങ്ങൾ ഈ ഒരു ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യതയുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും അതിനെക്കുറിച്ച്
ചില ആശങ്കകളൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ക്രൈസ്തവ സഭകളും ഒക്കെ ഇതിനെ ഒരു ട്രാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉന്നയിക്കപ്പെടുന്നതായിട്ടുള്ള പ്രധാന ആശങ്കകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. ഒന്നാമതായിട്ട് ആസ്തികൾ കണ്ടുകെട്ടാനുള്ള വ്യവസ്ഥ, ദ അസറ്റ് ടേക്ക് ഓവർ ക്ലോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിനകത്ത് അന്തർലീനമാണ്. പുതിയ ചട്ടങ്ങളിലെ ഏറ്റവും വിവാദപരമായ ഭാഗം ഒരു NGOയുടെ FCRA ലൈസൻസോ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയുകയോ ചെയ്താൽ അതിൻ്റെ ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള ആസ്തികൾ ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഇതിനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഈ FCRA കൃത്യമായി നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാകുകയില്ലല്ലോ. പിന്നെ നിങ്ങൾ കള്ളത്തരങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണല്ലോ ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ 2010 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 9 അമെൻമെൻറ്റ്സ് കൊണ്ടുവരികയുണ്ടായി. കാലാകാലങ്ങളായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തുകയുണ്ടായി. അതൊക്കെ ആവശ്യമാണ് താനും. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതുവരെ കൊണ്ടുവന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയാർന്നതാണ്. അത് അതേപോലെ തന്നെ പാലിച്ചു കഴിഞ്ഞാൽ ഈ അവസാനത്തെ 2022 കൊണ്ടുവന്ന അമെൻമെൻറ്റ്സും പാലിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ക്ലോസിനകത്ത് ചില കെണികൾ അറിയാതെ തന്നെ പെടുത്തിയിട്ടുണ്ട്. ആര്? ഈ പ്രവർത്തകരായിട്ടുള്ള സാധാരണ ജനങ്ങൾ. ഒരു കാര്യം കൂടെ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രവർത്തനങ്ങൾ NGOയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ വിദേശികളല്ല, സ്വദേശികളാണ്. ഇവിടുന്ന് MSWയും BSW ഒക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുന്ന് വിദ്യാഭ്യാസം സ്വീകരിച്ചിട്ടുള്ള ഇവിടുത്തെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവർ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ അതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമേ ഇല്ല. അപ്പോൾ അവരെല്ലാവരും ഏതെല്ലാം സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കൊക്കെ പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശമ്പളങ്ങളും അവരുടെ കുടുംബങ്ങൾ പുലരാനുള്ള വകകളൊക്കെ ലഭിക്കുന്നത് ഈ NGOയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. സർക്കാരിന് ഇവർക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ കഴിയുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പല NGOs പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം കുറഞ്ഞു വരുന്നത്. അവർക്ക് കിട്ടുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന ആസ്തികളിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനങ്ങളിൽ നിന്ന് നല്ലൊരു പങ്കും പാവപ്പെട്ട ആളുകളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട്, ഉന്നമനത്തിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവിൽ ഇങ്ങനെയുള്ള ചില കെണികൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ, നമ്മുടെ പ്രവർത്തന ശൈലികളെ തന്നെ, നമ്മുടെ സ്മൂത്ത് റണ്ണിങ്ങിനെ തന്നെ ഇത് ബാധിക്കുമെന്ന് കൃത്യമായിട്ട് ചില ആളുകൾ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആസ്തികൾ ഏറ്റെടുക്കാനുള്ള വ്യവസ്ഥ. അപ്പോൾ മിശ്രിത ആസ്തികളുടെ പ്രതിസന്ധി ഇതിനകത്തുണ്ട്. പല ക്രൈസ്തവ സ്ഥാപനങ്ങളും നമുക്കറിയാവുന്ന പോലെ സ്കൂളുകൾ, ആശുപത്രികൾ, അനാഥാലയങ്ങളിൽ, വയോവൃദ്ധ മന്ദിരങ്ങൾ പോലുള്ള ഒരുപാട് ആതുര സേവനാലയങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ക്രൈസ്തവ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പതിറ്റാണ്ടുകളായിട്ട് പ്രാദേശികമായിട്ടുള്ള സംഭാവനകളും അതോടൊപ്പം തന്നെ വിദേശ ഫണ്ടുകളും ഒരുമിച്ച് ചേർത്താണ് ഇതൊക്കെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. എന്നാൽ പുതിയ നിയമപ്രകാരം ഇതിൽ പ്രാദേശിക ഫണ്ട് എത്രയെന്ന് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ ഒരു 10% ടോട്ടൽ 100 രൂപയുടെ ഒരു കാര്യം നമ്മൾ ചെയ്തു, അതിനകത്ത് 90% ലോക്കൽ സംഭാവനകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സംഭാവനകളും 10% FCRA വഴിയായിട്ട് വന്നതാണെങ്കിൽ പോലും അത് മുഴുവനായിട്ട്, ആ സ്ഥാപനം മുഴുവനായിട്ടും സർക്കാരിന് ഏറ്റെടുക്കാൻ, കണ്ടുകെട്ടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വ്യവസ്ഥയാണ് ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പൊ മനസ്സിലായോ? അതിനകത്ത് കെണി എന്താന്ന് മനസ്സിലായോ? ഇത് ഈ എത്ര ശതമാനം തദ്ദേശീയ ഫണ്ട്, എത്ര ശതമാനം വിദേശീയ ഫണ്ട് കൊണ്ടാണ് ഈ കെട്ടിടങ്ങൾ പണിതിരിക്കുന്നത്, സ്കൂളുകൾ പണിതിരിക്കുന്നത്, ആശുപത്രികൾ പണിതിരിക്കുന്നത് നമുക്ക് തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രായോഗികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ട്. കാരണം അത് എഞ്ചിനീയർക്കോ ആർക്കെങ്കിലും അത് കോൺട്രാക്ട് കൊടുത്ത് അവരത് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഇത്രയും FCRA ഫണ്ടാണ്, ഇത്രയും തദ്ദേശീയ ഫണ്ടാണെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന തുക നമ്മൾ കൊടുക്കുന്നു. തന്നെയുമല്ല, വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതിനെയാണ് ഇപ്പോൾ കടിഞ്ഞാണിടാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് കെണിയുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞാലും ആളുകൾക്ക് അങ്ങോട്ട് ഒന്നാമത് പറയാൻ നമുക്ക് സമയം കിട്ടുകയില്ല, അതിന് മുമ്പ് തന്നെ ഇൻട്രാപ്റ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ കൃത്യമായിട്ട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓപ്പണൻ്റ് വേറെ വാദങ്ങളുമായിട്ട് വരും, അല്ലെങ്കിൽ തർക്കിക്കും. അപ്പോൾ നമുക്കത് കൃത്യതയോടുകൂടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി പറയുന്നത്. അപ്പോൾ സ്ഥിരമായ ദേശാസൽക്കരണം അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ദേശവൽക്കരണം, ലൈസൻസ് പുതുക്കൽ പരാജയപ്പെട്ടാൽ അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസൻസ് പുതുക്കാൻ പരാജയപ്പെട്ടാൽ, ലൈസൻസ് പുതുക്കാൻ എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സർക്കാരിന് എല്ലാവരോടും നിഷ്പക്ഷ നിലപാടുകളല്ല എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. സർക്കാരിന് ചില പ്രത്യേക അജണ്ടകളുണ്ട്, ഇല്ലെന്ന് നിങ്ങൾ പറയാൻ ഞാനത് സമ്മതിക്കുകയില്ല. എനിക്കറിയാവുന്ന ഒരു NGO മുംബൈയിൽ റെഡ് സ്ട്രീറ്റിലുള്ള, നിങ്ങൾക്കറിയാലോ റെഡ് സ്ട്രീറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ റെഡ് സ്ട്രീറ്റിലുള്ള കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ അമ്മമാർക്ക് പറ്റിയ അബദ്ധങ്ങളും അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേകമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, രാവിലെ ഭക്ഷണം, വൈകിട്ട് ഭക്ഷണം, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു NGO അവരത് ഫയലിംഗ് നടത്താനായിട്ട്, റിന്യൂ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ അവർക്കത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ FCRA അക്കൗണ്ടിലുണ്ടായിരുന്ന ആ എമൗണ്ട് പോലും സർക്കാർ പിടിച്ചെടുക്കുകയും ചെയ്തു. മനസ്സിലായില്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിനകത്ത് ചില ആളുകളുടെ, ഇപ്പം ഇതിനകത്ത് നിയന്ത്രിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, സർക്കാർ തലത്തിലിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്താണ്, ആ രാഷ്ട്രീയമൊക്കെ വെച്ചുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം, കാര്യങ്ങളെ, ക്രമങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില ന്യൂനതകൾ ഈ FCRA പുതിയ ബില്ലിനകത്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോരുത്. അപ്പം ഇത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലേക്കുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായിട്ട് ചില ആളുകൾ ഇതിനെ വീക്ഷിക്കുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. രണ്ടാമതായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള, പ്രവർത്തനപരമായിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് മറ്റൊരു ആശങ്ക. മുമ്പ് FCRA രജിസ്ട്രേഷനുള്ള ഒരു സംഘടനയ്ക്ക് രാജ്യത്തിൻ്റെ എവിടെയും പൊതുവായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താം ആയിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ ഇവിടെ മലപ്പുറം ജില്ലയിൽ ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരുപാട് ആളുകൾ വയനാട്ടിലൊക്കെ നമുക്കറിയാമല്ലോ, വയനാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ആളുകൾ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി, ഭവനരഹിതരായി തീർന്നു. അപ്പം വിദേശത്തുള്ള നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങൾ അവരെ സ്നേഹിതന്മാരായിട്ടുള്ള നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പാവങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സഹായം നൽകി കൊടുത്താൽ അതിവിടെ കൊണ്ടുവന്ന് ചെലവഴിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുകയില്ല. അതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അമെൻമെൻറ്റിലുണ്ടായ ഒരു പ്രശ്നം. മറ്റേത് നമുക്ക് ഇന്ത്യയിൽ എവിടെ ദുരിതങ്ങളുണ്ടെങ്കിലും അവിടേക്ക് നമുക്ക് സഹായങ്ങൾ എത്തിക്കാമായിരുന്നു. കുളച്ചിലിൽ പ്രയാസം ഉണ്ടായപ്പോൾ, സുനാമി വന്ന് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടെ വരികയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അവിടെ പോയി പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളതിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ ഇപ്പം അത് പറ്റുകയില്ല. ഇപ്പം അതാത് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസീസിന് അല്ലെങ്കിൽ NGOസിന് മാത്രമേ അതാത് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. മറ്റൊരു സംസ്ഥാനത്തേക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് നമ്മൾ ചൊല്ലി പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യ എൻ്റെ രാജ്യമാണെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെങ്കിൽ മലയാളി മാത്രം മതിയോ എൻ്റെ സഹോദരി സഹോദരന്മാരായിട്ട്? അതോ കർണാടകക്കാരോ തമിഴന്മാരോ അല്ലെങ്കിൽ തെലുങ്കന്മാരോ അല്ലെങ്കിൽ മധ്യപ്രദേശുകാരനോ അല്ലെങ്കിൽ ഹരിയാനക്കാരനോ ഹിന്ദിക്കാരനോ മണിപ്പൂരുകാരനോ ഒന്നും എൻ്റെ സഹോദരന്മാരാകണ്ടേ? അല്ലെങ്കിൽ ഗുജറാത്തുകാരന് എൻ്റെ സഹോദരനാകണ്ടേ? എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ട ഇതിനകത്തുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്ന ഈ പുതിയ ചട്ടപ്രകാരം പരിമിതമായ പ്രവർത്തന മേഖലകൾ ഉണ്ടാക്കി. NGOകൾ തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ ചെറിയ പ്രവർത്തനവും അത് നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളും അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഒരു 3-4 സംസ്ഥാനങ്ങൾ ചേർന്ന് കിടക്കുന്ന ഏതെങ്കിലും ഒരു കോർണറിൽ പ്രവർത്തിക്കുന്ന NGOs ഒരു പക്ഷെങ്കിൽ അവർക്ക് പല സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ NGOs ആയിരിക്കും. അപ്പോൾ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതെയാകുകയും ആ NGOസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇത് മുഖാന്തരം ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് ഇതിനകത്തെ മറ്റൊരു ആശങ്ക. ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക ഫീസ് വെച്ചിരിക്കുകയാണ്. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ
പ്രവർത്തന വിഭാഗത്തിനും വെവ്വേറെ രജിസ്ട്രേഷൻ ഫീസ് നൽകണം. 5 കാറ്റഗറിയാണുള്ളത്. അത് ഞാൻ അടുത്ത എൻ്റെ എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഇത് ചെറുകിട NGOകളുടെ പ്രവർത്തനം വളരെയധികം സ്തംഭിപ്പിക്കും. പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, NGOയിൽ പ്രവർത്തിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയും അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന അനവധി കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെല്ലാം തന്നെ പട്ടിണിയാകും എന്നതിന് യാതൊരു സംശയമില്ല. ഇനിയും ഇതിലെന്തെങ്കിലും ഒരു വയലേഷൻ വന്നു കഴിഞ്ഞാൽ കനത്ത പിഴയാണ്. മുൻകൂട്ടി അനുമതി വാങ്ങി പ്രവർത്തിക്കാത്ത ഏതെങ്കിലും സംസ്ഥാനത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞ ലക്ഷ്യത്തിനല്ലാതെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ തോതിലെങ്കിലും ഈ FCRA ഫണ്ട് ഉപയോഗിക്കുകയോ ചെയ്താൽ വലിയ പിഴ അടയ്ക്കേണ്ടി വരും. അതായത് 30% അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ ശിക്ഷ ലഭിക്കും. ആകെ വരുന്നത് 1-2 ലക്ഷം രൂപയായിരിക്കും ഈ NGOസിന് വരുന്നത്. ചെറിയ പ്രവർത്തനങ്ങളായിരിക്കും. ഇപ്പം തയ്യൽ മെഷീൻ വാങ്ങി അതിനകത്ത് കുറച്ച് പേരെ സ്റ്റിച്ചിങ് ലാൻഡ് വെച്ചിട്ട് പഠിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ കൈത്തൊഴിലുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സംഭാവന ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ സർക്കാർ ഫൈനായിട്ട് അവരുടെ അടുക്കിലേക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട് ഭരണസമിതി അംഗങ്ങൾക്കുള്ള കർശന നിയന്ത്രണം, ദ കീ ഫങ്ഷണറി ട്രാപ്പ് എന്നാണ് അതിനെ നമ്മൾ കാണുന്നത്. ഒരു NGOയുടെ ഡയറക്ടർ മാത്രമല്ല അതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റിയുടെ അംഗങ്ങള്, അല്ലെങ്കിൽ ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റിമാര്, ഗവേണിംഗ് ബോഡി അംഗങ്ങള്, പാർട്ട്ണർമാർ തുടങ്ങിയ ആ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാവരെയും കീ ഫങ്ഷണറീസ് എന്ന പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറ്റുക? ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും അകത്താകും, ഇവരെല്ലാവരും കുടുങ്ങും. അപ്പോൾ വിദേശ പൗരന്മാർക്കുള്ള വിലക്ക് ഉണ്ട്, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ വിദേശ പൗരന്മാർ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും ധരിക്കുന്നത് വെള്ളക്കാരായിട്ടാണ്. അല്ല, നമ്മുടെ സ്വദേശികളായിട്ടുള്ള ആളുകൾ തന്നെ നമ്മുടെ ദേശത്തിലുള്ള ഇടവകളിലോ അല്ലെ മറ്റ് സഭകളിലോ ഒക്കെ ഉള്ള ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, അവർ കുറച്ചു കാലം കഴിയുമ്പോൾ അവിടുത്തെ പൗരത്വം സ്വീകരിക്കും. പക്ഷെ അവർക്ക് ഈ നാടിനോടൊരു കടപ്പാടും ഇതിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി അവരും കൂടി ഉൾപ്പെടണം എന്നൊരു ചിന്തയും വരുമ്പോൾ എന്താ സംഭവിക്കുക? അവരും കൂടി ഉൾപ്പെട്ടുള്ള NGOs ഒക്കെ അവർ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വിദേശ പൗരന്മാരാണ് അവർ എന്നുള്ളത് കൊണ്ട് അവരുടെ നേതൃത്വത്തിനുള്ള സംഘടനകൾക്ക് രജിസ്ട്രേഷൻ നിഷേധിക്കപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സന്യാസ സഭകൾക്കും മിഷണറി കൂട്ടായ്മകൾക്കും ഇത് വലിയ തിരിച്ചടിയാണ്. ഇവൻ മറ്റുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന പല NGOs ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു തിരിച്ചടിയായിട്ട് മാറും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നാലാമതായിട്ട് ആശയപരവും രാഷ്ട്രീയവുമായ ഉള്ളടക്കങ്ങളുടെ മേലുള്ള നിരീക്ഷണം, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവ്യക്തമായ നിർവചനങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സംഘടനകൾ രാഷ്ട്രീയമോ ആശയപരമോ ആയ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ഉള്ളടക്കം എന്നത് വളരെ അവ്യക്തമായ ഒരു പദമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആദിവാസികളുടെ ഭൂമിക്ക് വേണ്ടിയോ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയോ ശബ്ദം ഉയർത്തുന്ന NGOകളെ പോലും രാഷ്ട്രീയ പ്രവർത്തനം എന്ന മുദ്ര കുത്തി ലൈസൻസ് റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഫാദർ സ്റ്റാൻസാമിയെ മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ ഇതിനകത്ത് ആശങ്ക പ്രകടിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിരവധി സന്യാസ്തരായിട്ടുള്ള ഫാദേഴ്സ് ഇതേപോലെയുള്ള സ്വാതന്ത്ര്യമില്ലാത്ത, അവകാശങ്ങൾ ലഭിക്കാത്ത പാവപ്പെട്ട ജനത്തിന്റെ മധ്യത്തിൽ, പ്രത്യേകിച്ച് വനാന്തരങ്ങളിലൊക്കെ പാർക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശ്രമിക്കുന്നതായിട്ടുള്ള അവർക്ക് കിട്ടേണ്ടുന്ന ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഓഫീസിൽ ചെല്ലുന്നു. ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റിന്റെ ഈ ട്രൈബൽസിന് വേണ്ടിയിട്ട് ധാരാളം ഫണ്ട് പല സംസ്ഥാനങ്ങളിലും എത്തുന്നുണ്ട്, പല ജില്ലകൾക്കും അത് വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ കൈകളിൽ, അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് അത് വരുന്നില്ല. അപ്പൊ ആ അർഹതപ്പെട്ട ആളുകളുമായിട്ട് ഈ പറഞ്ഞ NGOസിന്റെ പ്രതിനിധികൾ ഏതെങ്കിലും ഓഫീസിൽ ചെന്നിട്ട് ഇവർക്ക് കിട്ടേണ്ടുന്ന ന്യായമായ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാര്യം മതി ഈ NGOയെ റദ്ദാക്കാൻ. NGOയെ മാത്രമല്ല, NGOയുടെ ഓഫീസേഴ്സിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനായിട്ട്. ഫാദർ സ്റ്റാൻസാമിക്ക് പറ്റിയ അപകടവും അത് തന്നെയായിരുന്നല്ലോ. ആ പാവപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടിയിട്ട് വാദിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ആ 84 വയസ്സുകാരനായിരിക്കുന്ന വയോവൃദ്ധനായ മനുഷ്യന് ഒരു സ്ട്രോ പോലും കൊടുക്കാതെ ആ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ വെച്ച് കൊല്ലപ്പെട്ടത്, ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടത് നമുക്കറിയാം.
അപ്പോൾ ഇത് സംഭവിക്കും എന്നുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പല കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ചില ഉദാഹരണങ്ങൾ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ ആശങ്കജനകമാണ്. ഇതാരെ ബാധിക്കുന്നത്? വിദേശികളെ അല്ല ബാധിക്കുന്നത്, ഇത് ഇന്ത്യക്കാരെ ബാധിക്കുന്നത്, നമ്മുടെ സഹോദരന്മാരെയാണ് ബാധിക്കുന്നത്, നമ്മുടെ സമൂഹത്തെയാണ് ബാധിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ത്രാണിയില്ലാതെ പോകുന്നു നമ്മുടെ ഭരണാധിപന്മാർക്ക്. കാരണം അവരുടെ കണ്ണ് ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പൊ അത് പറയുമ്പോഴാണ് നമ്മളൊക്കെ ദേശവിരുദ്ധരെന്ന് മുദ്ര കുത്തപ്പെടുന്നതെന്ന് ചില ആളുകളൊക്കെ പറയുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദയവുണ്ടായിട്ട് ഭരണാധിപന്മാർ ഈ കാര്യങ്ങൾ കേൾക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇനി പ്രസിദ്ധീകരണങ്ങളുടെ നിരീക്ഷണം കൂടെ പറയട്ടെ. സംഘടനയുടെ ഭാരവാഹികൾ നടത്തുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വെബ്സൈറ്റുകൾ, അവർ എഴുതുന്ന പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിനെ കൃത്യമായി അറിയിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം അതൊക്കെ രഹസ്യമല്ലല്ലോ, അതിനൊന്നും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പരസ്യമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ ലേഖനങ്ങളിൽ ഒരാൾ ഒരു സുവിശേഷ വചനം എഴുതിയെന്ന് കൂട്ടിക്കോ, വരുവീൻ നാം യഹോവയെ വണങ്ങി നമസ്കരിക്കുക, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. ഇത് ബൈബിളിലൊരു വാക്യമാണ്. പക്ഷെ ആ ഒരൊറ്റ വാചകം മതി. വരുവീൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളെ കൂടെ ക്ഷണിക്കുന്നു, ദൈവത്തെ യഹോവയെ ആരാധിക്കാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എഴുതിയിരിക്കുന്ന ആളെയും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രസിദ്ധീകരണത്തെയും അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന NGOയെയും വിലക്കാനും അതിൻ്റെ പേരിൽ കേസെടുക്കാനും ആ ഒരൊറ്റ വാക്യം മതി. ഇപ്പൊ മനസ്സിലായോ? ചില വാവച്ചന്മാർക്കൊന്നും ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചില വാവച്ചന്മാരൊക്കെ എനിക്ക് ഇതിൻ്റെ അത് ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ കമൻസ് ഇടുമ്പോൾ ഞാൻ വാവച്ചന്മാരോട് പറയട്ടെ, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കണം, ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം. ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നം. ബൈബിളിൽ ഒരു കോട്ടേഷൻ ഇട്ടാൽ മതി, അത് തന്നെ നിരോധിക്കപ്പെടും. നമ്മൾ വിശ്വസിക്കുന്ന വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, വിവിധ ചിന്തകളിൽ വിശ്വസിക്കുന്നവരാണ്. അതിന്റെ ആർട്ടിക്കിൾ 25 കുറിച്ചുള്ള പിന്നീട് ഞാൻ പറയാം. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് വളരെ അപകടം ചെയ്യുന്ന ചില നിയമവ്യവസ്ഥകളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് മതപരിവർത്തന നിരോധനം, അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരാളോട് പോയി മതം പറയുന്നതിനെ കുറിച്ചല്ല അവർ വിവക്ഷിക്കുന്നത്. മറിച്ച് മതമില്ലാത്തവനോടും ദൈവത്തെക്കുറിച്ച് പറയുന്നതിനും മതപരിവർത്തനമായിട്ടാണ് അവർ വിവക്ഷിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പൊ ഈ അടുത്ത സമയങ്ങളിൽ നടന്നിരിക്കുന്ന അറസ്റ്റുകളിൽ ചിലതൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ നോർത്ത് ഇന്ത്യയിലും മറ്റും ഈ എന്നെ കാണാൻ ഒരാൾ വരുന്നു വിചാരിച്ചോ, സംസാരിക്കുന്ന കൂട്ടത്തില് ഒരു കപ്പ് കാപ്പി അല്ലെങ്കിൽ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മതപരിവർത്തന നിരോധന ബില്ലിന്റെ കീഴിൽ കൊണ്ടുവരും. അദ്ദേഹത്തെ ഞാൻ ആഹാരം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരിൽ ചുമത്തപ്പെടുന്ന കുറ്റം. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണെന്നേ, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആശങ്കയാണ് പൊതുസമൂഹം സർക്കാരിനോട് പങ്കുവെക്കുന്നത്. RSകാരെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ സംഘപരിവാരനെ സംബന്ധിച്ച്. കാരണം അവർക്ക് കിട്ടുന്ന ഫണ്ട് തന്നെ ഗർഭാപ്പസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പൊതുവെ ഒരു വാദം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് ശരിയുണ്ടെന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ബില്ലിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതൊന്ന് കൃത്യമായിട്ട് സർക്കാർ പറയുകയാണെങ്കിൽ ഈ ആശങ്കകളൊക്കെ മാറുമായിരുന്നു. ഇല്ലെങ്കിൽ ഈ ആശങ്കകൾ നമ്മുടെ രാജ്യത്ത് തളം കെട്ടി നിൽക്കും, യാതൊരു സംശയവുമില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന മേഖലകളിൽ കഴിവും പ്രാപ്തിയും നട്ടെല്ലുമുള്ള ആളുകൾ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.